സാൾട്ട് ആൻഡ് പേപ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 പടിവാതിൽക്കിലെത്തി നിൽക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു ചോദ്യം മനസ്സിലുണ്ട്. ഇത്തവണ കീം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? കീം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണ്? അത് മനസ്സിലുള്ളവർ കുറേയൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞു. കുറേ പേര് ഇപ്പോഴും അതെങ്ങനെ ചോദിക്കുക, എന്താണ് അതിനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ കീം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണ് എന്നുള്ളതാണ്. ഒരക്ഷരം പഠിക്കാതെ അല്ല, ഒരക്ഷരം വായിക്കാതെ, കീമിന് വേണ്ടി ഒന്നും വായിക്കാതെ ചിലർ ഇത് അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് ചില കമൻറ്റുകളിൽ നിന്ന്, വീഡിയോയുടെ ചില കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് വന്നൊരു കമൻറ്റ് ഞാൻ തിരിച്ച് ചോദിക്കുകയും ചെയ്തു, ഈ വർഷം കീം എഴുതുന്ന സ്റ്റുഡൻറ്റ് തന്നെയാണോ? കാരണം ചോദിച്ചത് ഇതാണ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒരുമിച്ചാണോ പരീക്ഷ എന്നാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ ചാനലിലൂടെയും ഒരുപാട് ചാനലിലൂടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കീമിന് ഒറ്റൊരു എക്സാം ഇത്തവണ, ഒരു കുട്ടിക്ക് ഒരു എക്സാമേ ഉള്ളൂ. സാധാരണ 2 എക്സാം ഉണ്ടാവാറുണ്ട്, ഇത്തവണ ഒരു എക്സാമേ ഉള്ളൂ, അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേരെങ്കിലും കീമിനെ പറ്റി കീം എഴുതുന്നുണ്ട്, പക്ഷേ ഒരു ധാരണയില്ലാതെയാണ് എഴുതുന്നത്. അപ്പോൾ കീം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കീമിൽ എൻജിനീയറിങ്ങിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. എൻജിനീയറിങ്ങിൻ്റെ കേസിൽ 150 ക്വസ്റ്റ്യൻസാണുള്ളത്. 150 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാൻ 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ. ഈ 150 ക്വസ്റ്റ്യൻസും ശരിയാക്കി കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്, എന്നാൽ വളരെ കുറച്ച് പേർക്ക് അത് സാധ്യതയുള്ളൂ. 150 ക്വസ്റ്റ്യനും ശരിയാക്കി കഴിഞ്ഞാൽ 600 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. അപ്പോൾ ഈ 4 മാർക്ക് കിട്ടിയ 150 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 600 മാർക്ക് കിട്ടും. അതേസമയം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ -1, 1 മാർക്കേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും കിട്ടാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും വായിക്കാതെ, കീമിന് വേണ്ടി ഒന്നും വായിക്കാതെ, പക്ഷേ +2 പാസ്സായവരായിരിക്കും. +2 പാസ്സായവരെ ഇപ്പോൾ എഴുതുള്ളൂ. അപ്പോൾ +2 പാസ്സായിട്ട് കീമിന് വേണ്ടി ഒന്നും വായിക്കാതെ പോകുന്നവർ, അതേപോലെ കീം എങ്ങനെയെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്ത് കിട്ടിയാൽ മതി, അത് ക്വാളിഫൈ ചെയ്ത് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വിദ്യയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കീമിൽ ശരിക്ക് ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 പേപ്പർ ഉണ്ടെങ്കിലും അതിൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. കീം ക്വാളിഫൈ ചെയ്യാൻ 10 മാർക്ക് കിട്ടിയാൽ മാത്രം മതി. അത് ഫിസിക്സിൽ 10 മാർക്ക് കിട്ടണം, കെമിസ്ട്രിയിൽ 10 മാർക്ക് കിട്ടണം, മാത്സിൽ 10 മാർക്ക് കിട്ടണം, അങ്ങനെയൊന്നുമില്ല. കീമിൻ്റെ പ്രോസ്പെക്ടസിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒറ്റ ഇതേ പറയുന്നുള്ളൂ, കീം ക്വാളിഫൈ ചെയ്യാൻ ആ പേപ്പറിൽ 10 മാർക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. അതായത് പേപ്പർ എന്ന് പറയുന്നത് ഒറ്റൊരു പേപ്പറേ ഉള്ളൂ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അടങ്ങിയ ഒറ്റ പേപ്പറേ ഉള്ളൂ. നേരത്തെ 2 പേപ്പറായിട്ട് നടത്തിയിരുന്നു, അതുകൊണ്ട് ഓരോ പേപ്പറിലും 10 മാർക്ക് വീതം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഒറ്റ പരീക്ഷയാണ്, 10 മാർക്ക് കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഈ എല്ലാ വിഷയങ്ങളിലും കൂടി നോക്കുമ്പോൾ 10 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ 10 മാർക്ക് കിട്ടാനുള്ള മാർഗം എന്താ? ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഫിസിക്സിൽ ഏറ്റവും എളുപ്പമുള്ള 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിനൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാറുണ്ട്. ആ ബ്ലൂ പ്രിന്റിൽ പറയുന്നത് ഈസി ക്വസ്റ്റ്യൻസ്, അതേപോലെ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇതിൻ്റെ 2ന് മധ്യത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അത് ഇത്ര വീതം ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഈസി ക്വസ്റ്റ്യൻസ് എന്തായാലും 2-3 ഉണ്ടാവും. ഒരു വിഷയത്തിൽ 2-3 ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഈസി ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഇതാണ് ഇതിലെ ഏറ്റവും ഈസി ഉള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കണ്ട് മനസ്സിൽ വരും. അതിന് കാരണം നിങ്ങൾ +2 പഠിച്ച അതേ രൂപത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യതയാണ് അതിലുള്ളത്. അപ്പോൾ ഫിസിക്സിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും, കെമിസ്ട്രിയിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും, മാത്സിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ 3 ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ 12 മാർക്ക് കിട്ടും.
വേറെ ഒറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല എങ്കിലും 12 മാർക്ക് അവിടെ കിട്ടും. പക്ഷേ ഇത്തവണ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇന്ന് 5-ാം തീയതിത്തെ ക്വസ്റ്റ്യൻ അല്ല 6-ാം തീയതി ഉള്ളത്, 6-ാം തീയതിയുള്ള ക്വസ്റ്റ്യൻ അല്ല 7-ാം തീയതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ദിവസത്തെയും ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ഷഫിൾ ചെയ്യല്ല, അതിന്റെ മാർക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓരോ കുട്ടികളുടെയും പെർഫോമൻസ് നോക്കിയിട്ട് അതിനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. അല്ലാതെ ഒന്നാമത്തെ ദിവസം ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തു, രണ്ടാമത്തെ ദിവസം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തു, ഇങ്ങനെയുള്ള ആ ഒരു കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ആ നോർമലൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ എവിടെയും പ്രോസ്പെക്ടസിൽ ഇതൊന്നും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ എവിടെയെങ്കിലും സീഡ് അതിൽ എവിടെയെങ്കിലും ഇനി പറയുന്നോ എന്നുള്ളത് അതും എനിക്കറിയില്ല. എന്തായാലും ആ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്ക് കൂടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നാമത്തെ ദിവസം 12 മാർക്ക് കിട്ടിയ കുട്ടിക്ക് രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ ആ ദിവസത്തെ ക്വസ്റ്റ്യൻ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അടുത്ത ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോർമലൈസ് ചെയ്യുമ്പോൾ 12 എന്നുള്ളത് ചിലപ്പോൾ കൂടും. അതേസമയം ഒന്നാമത്തെ ദിവസം വളരെ ഈസി ആയിരുന്നു, അവിടെ 12 മാർക്ക് കിട്ടിയ കുട്ടിക്ക് അടുത്ത ദിവസത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നോർമലൈസ് ചെയ്യുമ്പോൾ മാർക്ക് കുറയും ചെയ്യും. അപ്പോൾ മാക്സിമം കുറയാന്ന് പറയുന്നത് ഒരു 10 മാർക്ക് കുറയുന്നു കരുതുക. മാക്സിമം കുറയുന്നത് 10 മാർക്ക് എന്ന് നമുക്കൊന്ന് അങ്ങനെ അത്രയും മാക്സിമം കുറയാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 10 മാർക്ക് കിട്ടണമെങ്കിൽ 10 മാർക്ക് കുറഞ്ഞതിന് ശേഷം ഒരു ജയിക്കാനുള്ള 10 മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ആകെ കിട്ടേണ്ടത് 20 മാർക്കാണ്. എന്ന് വെച്ചാൽ ആകെ 5 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഉത്തരം എഴുതി കഴിഞ്ഞാൽ, ആകെ 5 ചോദ്യങ്ങൾ കറക്റ്റ് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് ഫിസിക്സിന് 5 ചോദ്യങ്ങളാവാം, അല്ലെങ്കിൽ കെമിസ്ട്രിന്ന് 5 ചോദ്യങ്ങളാവാം, അതല്ലെങ്കിൽ മാത്സിന് 5 ചോദ്യങ്ങളാവാം. ഇനി അതല്ല, ഇതിന്ന് 3 എണ്ണത്തിൽ നിന്നും കൂടി 5 ചോദ്യങ്ങൾ. ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കീം പാസ്സാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കീം പാസ്സാവാന്ന് മാത്രമല്ല 20 മാർക്കിനാണ്. അപ്പോൾ 20 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ നോർമലൈസേഷൻ കഴിഞ്ഞാൽ അതിന്റെ പകുതി മാർക്ക് പോയി കഴിഞ്ഞാലും 10 മാർക്ക് അവിടെ ബാക്കിയുണ്ട്. ആ 10 മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് കീം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കീം ക്വാളിഫൈ ചെയ്യേണ്ട 10 മാർക്ക് കിട്ടാനുള്ള മാർഗം എന്താണ് എന്നുള്ളത് മാത്രം ഈ 5 ചോദ്യങ്ങൾ ഉത്തരം കിട്ടാൻ അല്ലെങ്കിൽ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറിനുള്ളിൽ 5 ചോദ്യങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് ആ കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നിങ്ങളുടെ മുമ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ള, മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ള സമയം വരെ അവിടെ നിങ്ങൾക്ക് കിട്ടും. ആകെ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉത്തരം ചെയ്യേണ്ടുള്ളൂ. അത് ആ 5 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിരിക്കണം. മറ്റൊരു ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യാനും പാടില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അത് മൈനസ് മാർക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിന്ന് മാർക്ക് കുറയും എന്നുള്ളതുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാം. 5-ലധികം ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്തോളൂ. 5 എണ്ണം എന്ന് ഞാൻ പറയുന്നത് മിനിമം 5 എണ്ണം എന്ന് പറയാൻ കാരണം നോർമലൈസേഷൻ പ്രോസസ്സും കൂടി കഴിഞ്ഞാൽ, നമ്മുടെ മാർക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട ആ 10 മാർക്കിന്റെ താഴെ പോകരുതെന്നുള്ളതാണ്. ഇനി നിങ്ങൾ 3 എണ്ണം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തോളൂ എന്ന് കരുതാം. 3 ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്തു, 12 മാർക്ക് കിട്ടും. അതായത് ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് പ്രകാരം 12 മാർക്ക് കിട്ടും. അവിടെ നോർമലൈസേഷൻ വഴി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ 9 ആവുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യൂല. നിങ്ങൾ കറക്റ്റ് 3 എണ്ണം ശരിയാക്കിയാണ്, മറ്റൊരു ക്വസ്റ്റ്യനും ഞാൻ ഉത്തരം എഴുതിയിട്ടില്ല എങ്കിൽ പോലും നോർമലൈസേഷൻ കഴിയുമ്പോൾ 9 മാർക്കായി കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടെ അധികം നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാക്ടിക്ക്, ഇത് നിങ്ങൾ എല്ലാവരും പ്രയോഗിക്കണം എന്നല്ല പറയുന്നത്. കീം ജസ്റ്റ് പാസ്സായാൽ മതി, ക്വാളിഫൈ ചെയ്താൽ മതി.
എനിക്ക് ആ കോളേജിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോളേജിൽ ഞാൻ സീറ്റ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്, ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ്, അങ്ങനെയുള്ള മനസ്സുള്ളവർ മാത്രം ഈ ഒരു ഇത് ഉപയോഗിക്കുക. അല്ലാത്തവർ നന്നായിട്ട് പരിശീലിക്കുക തന്നെ ചെയ്യുക. നന്നായിട്ട് പരിശീലിച്ചിട്ട് നല്ല മാർക്കോട് കൂടി കീം ക്രാക്ക് ചെയ്യാൻ, നല്ല മാർക്കോട് കൂടി കീം ക്രാക്ക് ചെയ്തിട്ട് നല്ല കോളേജിൽ ഏറ്റവും നല്ല ബ്രാഞ്ചിൽ തന്നെ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും, എല്ലാ കീം ആസ്പിരൻസിനും വിജയാശംസകൾ നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്ത് നന്ദി, നമസ്കാരം.